വൈറ്റിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാലാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയത്. വേടനൊപ്പം കേസിൽ അറസ്റ്റ് ചെയ്ത മ്യൂസിക് ബാൻഡിലെ അംഗങ്ങളായ 8 പേരെയും ജാമ്യത്തിൽ വിട്ടു. എന്നാൽ പുലിപ്പല്ല് കൈവശം വെച്ച സംഭവത്തിലാണ് റാപ്പർ വേടനെ വനംവകുപ്പിന് കൈമാറിയത്. വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ കോടനാട്ടെ ഓഫീസിൽ വേടനെ പാർപ്പിക്കും. ഇതിനായി വേടനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടനാട്ടേക്ക് കൊണ്ടുപോയി. തന്നെ ആരും കുടുക്കിയതല്ലെന്നും കേസുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയില്ലെന്നും വേടൻ പ്രതികരിച്ചു. മാലയിൽ നിന്ന് പുലിയുടെ പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. വേടൻ ധരിച്ചിരുന്നത് 5 വയസ്സ് പ്രായമുള്ള പുലിയുടെ പല്ലാണെന്നാണ് വനംവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുലിപ്പല്ല് തന്നെയാണോ എന്ന് വിശദമായ പരിശോധനയിലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചതെന്നാണ് വേടന്റെ മൊഴി. നേരത്തെ തായ്ലൻഡിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് വേടൻ മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചതെന്ന മൊഴിക്ക് പിന്നാലെ കേസിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് വനംവകുപ്പ്. വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ കേസിലും തൽക്കാലം കേസെടുക്കില്ല. എന്നാൽ ജാമ്യം ലഭിക്കുന്നതും അല്ലാത്തതുമായ വകുപ്പുകൾ വേടനെതിരെ ചുമത്തിയതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുക്കണോ എന്ന കാര്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ട്. തൽക്കാലം വേടനെ വനംവകുപ്പിന് കൈമാറാനുള്ള തീരുമാനം ഇതിന് പിന്നാലെയായിരുന്നു.